ഹലോ സുഹൃത്തുക്കളെ, സുഖമെല്ലാവർക്കും. അങ്ങനെ വീണ്ടും ഒരു വീഡിയോയുമായി ഇതാ ഞാൻ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ഹൈക്കിംഗ് അങ്ങനെ സ്റ്റാർട്ടായിരിക്കുകയാണ്. സത്യം പറഞ്ഞപ്പോൾ നടന്നു തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടാ. ആ ബ്രീത്ത് ചെയ്യണ സൗണ്ട് കണ്ടില്ലേ, കേട്ടില്ലേ. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് തോന്നുന്നു അവനിപ്പോൾ ഇവിടെയുള്ള ഓക്സിജൻ, ഈ ഭൂമിയിലുള്ള ഓക്സിജൻ കംപ്ലീറ്റ് അങ്ങോട്ട് വലിച്ചെടുക്കുന്നതാണ് തോന്നണേ. അതാണ് എന്താ അവസ്ഥ. കണ്ട, ഫുള്ള് ഫാമിലി ആയിട്ട് ഇറങ്ങിയേക്കണേ ഹൈക്കിങ്ങിന്. പിന്നെ കുറേയൊക്കെ നടന്നിങ്ങനെ മടുത്ത് കഴിയുമ്പോൾ ഇതേപോലുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി എവിടെ നിന്നില്ലാണ്ട് കിട്ടൂട്ടാ. ഇതൊക്കെ നല്ല ഹൈവേ റോഡാണ് കേട്ടോ, NH-47 ആണ്. എന്താ നോക്ക്, ഇതൊന്നുമല്ല വരാൻ കിടക്കണുള്ളോ. അങ്ങനെ നമ്മളൊരു 4 കൂടിയ ഒരു മൂലയിൽ എത്തിയിട്ടാണ്. നമുക്ക് ഈ മൂലേനെ നമുക്കൊരു കാര്യം ചെയ്താലോ, ജങ്കർ മൂല എന്നാ വിളിക്കാം. അപ്പോൾ നമ്മുടെ ജങ്കർ മൂലയിൽ എത്തിയിട്ടുണ്ട്. അവിടെ എന്തോ ഒരു കോപ്പ എന്തോ ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പോയി നോക്കാം. സംഗതി നമുക്ക് കണ്ടപ്പോൾ തോന്നിയത് ആകപ്പാടെ ഒരു കട്ടയും ഒരു എന്താ പറയുക, ഒരു വെടിയും പുകയും. എന്തോ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ രൂപഘടനയെ തോന്നിക്കുന്ന വിധത്തിലാണ് എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പറ്റിയതല്ല. പിന്നെ നമുക്കത് എത്തേണ്ട സ്ഥലം കണ്ട, അത് ഈ ഒരു മല ഫുള്ള് അങ്ങോട്ട് കയറി പോകണട്ടാ. ഇതൊക്കെയാണ് നമുക്ക് പോകേണ്ട വഴി. ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ അതേ നമ്മൾ നടന്നതേ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മൾ നടന്നതൊന്നും ഒന്നുമല്ല. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഇത്ര നേരം നടന്നതൊക്കെ ഒരു ബോണസാണ്. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ വന്ന് ടെൻ്റ് അടിക്കാനും നൈറ്റിൽ സ്റ്റേ ചെയ്യാനും, ടെൻ്റ് അടിക്കുക, അങ്ങനെ കൊണ്ട് നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യാം. ഇത്യാദി കർമ്മങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഇന്നലെ വന്ന് തങ്ങിയിട്ട് ഉള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. സ്ഥലം ഒരു രക്ഷയില്ല, നല്ല വൈബുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ട് കയറി പോകണം. ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോവാം. ഒരു എന്താ പറയുക, ടീ ടൈം. ഇവിടെ നല്ല വ്യൂ ഉണ്ട്, ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. ഇവിടെ നിന്നുള്ള വ്യൂ എൻ്റെ പുന്നാര മോനെ. നമ്മൾ നടക്കാൻ തുടങ്ങിയത് 12:30. ഇപ്പോൾ 1:45. ഇത്ര നേരം നടന്നത് ബോണസ്. ഹൈക്കിംഗ് ഇതിപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ. ഇതൊരു ഫസ്റ്റ് ഒരു മലയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ കുറേ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കറിയില്ല, നമ്മൾ ഫസ്റ്റ് തവണയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ടാക്കാം, സമയം കളയാനില്ല. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിവിടെ ഇഷ്ടംപോലെ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈറ്റിൽ വന്ന് ഇവിടെ താമസിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവർ ഇറങ്ങി പോന്നിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര റിസ്ക് ആയിട്ട് തോന്നുന്നില്ലേ. എന്തൊക്കെയാലും ഇവിടെ വരെ വന്നല്ലേ, ഒരു ചെറിയൊരു പോസ് വെറുതെ. മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു കല്ലിൻ്റെ മുകളിലാണ്, സേഫായിട്ടാണ് നിൽക്കുന്നത്. ഒരു താഴെ നിന്നൊരു ചേട്ടൻ കയറി വരുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ കയറി വരുന്നത് നമുക്കൊന്ന് വീക്ഷിക്കാം. എന്തേ, ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കയറി പോകുന്നത്. അപ്പം ഞാനിവിടെ ഇനി മുകളിലേക്ക് കയറാനുള്ളതും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഓ സർ, ടേക്ക് കെയർ ബ്രദർ, ടേക്ക് കെയർ. ചേട്ടപ്പോൾ താഴെ പോയാൽ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഒരു പാറ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അയ്യോ എൻ്റെ പൊന്നെ, നമ്മൾ വന്ന സ്ഥലമാണ്.
പേടിയുള്ളവരൊന്നും പറയരുത്. ജോ ഡർ ഗയാ വോ മർ ഗയാ. മനസ്സിലായോ? ചേട്ടൻ പേടിച്ചിട്ട് കയറി. 高长明，我们现在上的难，下去更不好走。上去实在不行就屁股坐上，一点点滚下去。Take your time, slowly, slowly. Take your time. Go, 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 go. 走吧。上面好走吗？不好走啊，肯定不好走啊。 അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ക്യാമറ ഒക്കെ അടച്ച് പിടിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടാ. ടോപ്പിലെത്തിയപ്പോൾ അവിടെ ഒരു മയിൽക്കുറ്റി പോലത്തെ ഒരു സാധനം കണ്ടു. അപ്പോൾ വെറുതെ അതിൻ്റെ മേളിൽ കയറി ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്തതാണ്, വേറെ ഒന്നുമല്ല. കാരണം ഇവിടെ അവർ എത്തിയില്ലോ, ഒരു അപകടങ്ങളൊന്നും കൂടാണ്ട് അത്ര. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണൊക്കെ കണ്ട് കഴിഞ്ഞു. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. 1.5 വ്യൂ വന്ന വഴി കണ്ട. പക്ഷേ പിന്നെ അത് ഇമാതിരി പരിപാടിയൊന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് ഇത് അത്ര വലിയ നല്ല കാര്യങ്ങളൊന്നുമല്ല. മനസ്സിലായ? എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അനീസ്പ്രയുടെ പരസ്യം പോലും ആവും, പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. ഇനി വന്ന വഴി ഒന്നുമല്ലാന്നിപ്പോൾ പോകാനുള്ള വഴി കണ്ടപ്പോൾ മനസ്സിലായി. ഇത് കണ്ട അങ്ങോട്ട് നോക്കിയാൽ അറ്റത്തേക്ക് ആ വഴിയാണ് അങ്ങോട്ട് പോകേണ്ടത്, ഒന്നുമല്ല എന്ന് മനസ്സിലായി. പക്ഷേ ഡേഞ്ചർ സോണൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പിരമിഡ് ഹില്ലാണ് കേട്ടോ. പിന്നീട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. നമ്മൾ വിചാരിച്ചു ഹൈക്കിങ് മറ്റേ റിസ്ക് ഉള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു വന്നാണ്, പക്ഷേ അതല്ലായിരുന്നു, വീണ്ടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുക്കലും നടത്തവും ഒരുമിച്ച് നടക്കാത്തത് കൊണ്ട് പിന്നെ പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. നല്ല വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കാണാം.